ഹായ് എവരിവൺ, വാസ്റ്റ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ലാംഗ്വേജ് ഇഷ്യൂവിൻ്റെ പേരിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാത്ത കുറേ സ്റ്റുഡൻസ് നമ്മളെ ചുറ്റുമൊക്കെ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു ഹാപ്പി ന്യൂസാണ് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതുന്നത് നമ്മുടെ മാതൃഭാഷയിൽ തന്നെ ആയിരിക്കും. അപ്പം അതൊരു ഹാപ്പി ന്യൂസ് ആയിരിക്കും അല്ലേ? അപ്പം നിങ്ങൾക്ക് അടുത്തതായിട്ട് വേറൊരു ഡൗട്ട് ആയിരിക്കും, അതായത് നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയായിരിക്കും എക്സാം സെൻറ്റർ വരിക എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് എല്ലാ ജില്ലകളിലും എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. ഇനി അടുത്തുള്ള ഒരു ഡൗട്ട് ആയിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ആയിരിക്കും RC സെൻറ്റർ. RC സെൻറ്റർ എന്ന് പറഞ്ഞാൽ റീജിയണൽ സെൻറ്റർ. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നമുക്ക് 5 റീജിയണൽ സെൻറ്റർ ആണ് വരുന്നത്. കണ്ണൂർ, പാലക്കാട്, എറണാകുളം, കൊല്ലം, കാലിക്കറ്റ് എന്നീ സ്ഥലങ്ങളിലാണ് വരുന്നത്. അപ്പം നമ്മൾ ഒരുപാട് തവണ റീജിയണൽ സെൻറ്ററിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും, അറിയാത്തവരുണ്ടായിരിക്കും എന്താണ് ഈ റീജിയണൽ സെൻറ്റർ എന്ന്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കാസർഗോഡുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഡോക്യുമെൻറ്റിലോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിലോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി, എല്ലാവർക്കും അറിയാം നമ്മുടെ യൂണിവേഴ്സിറ്റി കൊല്ലമാണ്. അപ്പോൾ ഈ കൊല്ലം വരെ പോകാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ RC സെൻറ്റർ, അതായത് നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ വഴി ബന്ധപ്പെട്ടാൽ മതി. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എക്സാമിനെ കുറിച്ചും അസൈൻമെൻറ്റിനെ കുറിച്ചുമാണ്. ഓക്കെ, അപ്പം നമ്മൾ എക്സാമും അസൈൻമെൻറ്റും നമുക്ക് സെമസ്റ്റർ വൈസ് ആണ് വരുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ 1 ഇയറിൽ 2 സെമസ്റ്ററാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സാം സെൻറ്റർ എല്ലാ ജില്ലകളിലും ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്ററിലാണ്. അതും എല്ലാ ജില്ലകളിലും അവൈലബിൾ ആണ്. അറ്റ് എ ടൈം നിങ്ങൾക്ക് 2 ഡിഗ്രി ചെയ്യാവുന്നതാണ്, ഒന്ന് റെഗുലർ ആയിട്ടും പിന്നെ ഒന്ന് ഡിസ്റ്റൻ്റ് ആയിട്ടും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, നമുക്കൊരു 2 ഡിഗ്രി ചെയ്യണമെങ്കിൽ ഒരു 6 വർഷമെങ്കിലും വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെറും 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് 2 ഡിഗ്രി സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ വരാനുള്ള ഡൗട്ട് എന്ന് വെച്ചാൽ അക്കാഡമിക് ഇയറിനെ കുറിച്ചാണ്. ഒരു വർഷം നമുക്ക് 1 ഇൻടേക്കേ ഉള്ളൂ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ, അത് വരുന്നത് ജൂണിലും ജൂലൈയിലാണ്. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം ആഗ്രഹമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.